എന്തായിരുന്നാലും ഇന്നലെ എൻ്റെ ഉറക്കമൊക്കെ കൊള്ളായി. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് പിന്നെ പ്രത്യേക ഘട്ടത്തിൽ ഇന്നലെ രാത്രി 12:36 AM മലയാളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു. 12:36 AM ഞാൻ ഉറങ്ങിയിരുന്നു. ഉറക്കത്തുനിന്ന് എണീറ്റാണ്. 12 മിനിറ്റും 51 സെക്കൻഡും ആ കുട്ടിയായിട്ട് സംസാരിച്ചു. അതിനുശേഷം 12:49 ഇടയ്ക്ക് കട്ടായപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയപ്പോൾ ഞാൻ അങ്ങോട്ട് പിന്നെ തിരിച്ചു വിളിച്ചു. അത് 6 മിനിറ്റും 24 സെക്കൻഡും. അത് കഴിഞ്ഞിട്ട് 12:59 ആ കുട്ടി ഞാനിട്ട് പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം ഷാർപ്പായിട്ടുള്ള സംസാരമായിരുന്നു. പിന്നീട് ഞാനത് പിന്നെ വരുതിയിൽ നിർത്തി. ഞാൻ എല്ലായിടത്തും ആരെങ്കിലും പിന്നെ ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കുന്ന ആളല്ലേ. അത് കഴിഞ്ഞിട്ട് 12:59 വിളിച്ച് 14 മിനിറ്റ് 29 സെക്കൻഡ് സംസാരിച്ചു. പിന്നെ ഒരു മണിക്കൂറിന് ശേഷം ഏകദേശം പിന്നെ 19 മിനിറ്റിന് ശേഷം 1:48 AM 33 സെക്കൻഡ് സംസാരിച്ചു. ഞാൻ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തു. കാരണം ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്. എൻ്റെ ഒരു കുഞ്ഞനിയത്തിയായിട്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ കണ്ടത്. എന്നോട് സത്യസന്ധമായിട്ടാണ് സംസാരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഒരു ട്രബിളിലേക്ക് ഇടുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമായിരുന്നില്ല. അവർക്ക് നീതി നേടിച്ചു കൊടുക്കുക എന്നുള്ളതാണെന്ന് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അങ്ങനെയില്ല, പിന്നെ പലതും ഫാബ്രിക്കേറ്റഡ് ആണ് അപ്പോൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഐ നോ ദ ട്രൂത്ത്. പക്ഷേ ഞാൻ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സെൻസിറ്റീവാണ്, ഹൈലി സെൻസിറ്റീവാണ്. അതേപോലെ തന്നെ അങ്ങേയറ്റം സെന്റിമെന്റലാണ്. വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വിട്ടോ, ഈ വിഷയത്തിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് നമ്മളെ മാങ്ങാണ്ടിയിലേക്ക് പോകാം. മാങ്ങാണ്ടി ഇനി കേരള നിയമസഭ 2026 തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നില്ല. ഒറ്റ വാക്കാണ്. പാലക്കാട് നിന്നൊക്കെ വേറെ ആരെയും നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നാ പോകും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം മാങ്ങാണ്ടി എനിക്കെതിരെയൊക്കെ കളിച്ച കളിയാനത് ചില്ലറയല്ലാന്ന്. മാങ്ങാണ്ടി എന്ന് വെച്ചാൽ മാങ്ങാണ്ടി ഇങ്ങനെ നാട്ടിൽ മുഴുവൻ നടന്ന് കോടിത്തരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വൃത്തികേടാണ്. മാങ്ങാണ്ടിയുടെ പറമ്പിൽ നിന്നുള്ള വിധേയത്വം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്തൊരു വസ്തുതാപരമായ ചില പിഴവുകളുണ്ട്. ഞാൻ കരുതി പിന്നെ അയാൾക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പല ആൾക്കാരുടെ അടുത്ത് ഫീഡ്ബാക്ക് കിട്ടുന്നത്. ഈ പറമ്പിലിന് ചെറിയ വേറൊരു വീക്ക്നെസ് ഉണ്ട്. പറമ്പിലിന് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട് ബൈസെക്ഷലാണ്. അപ്പം പിന്നെ ഒരു വശത്ത് ഭാര്യയായിട്ടുള്ള ബന്ധമൊക്കെ മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം വേറെ വീക്ക്നെസ് ഉള്ളത് ഈ കുണ്ടനടിയാണ്, സൈക്കിളാണ്. അതിൻ്റെ പ്രശ്നമുണ്ട് പറമ്പിലിന്. പിന്നെ ഇവൻ്റെ കുണ്ടനാണ് മാങ്ങാണ്ടി. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള എത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഹൃദയബന്ധം ഉണ്ടാവുന്നത്. ഹൃദയബന്ധമല്ല, അത് ശരിക്കും ശരീരബന്ധമാണ്. ആ ശരീരബന്ധം പക്ഷെ ആത്മാവിൽ സ്വീകരിച്ച് പിന്നെ അങ്ങനെ കൊണ്ടു കിടക്കുന്നതിനകത്ത് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെ ഞാൻ. ഒരാള് എനിക്ക് തോന്നുന്ന ഡാഫഡിൽസ് എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിന്റെ ആണെന്ന് തോന്നുന്നു കവിതയിൽ 10ാം ക്ലാസ്സിൽ ഇട്ട് പഠിക്കാണ്ടായിരുന്നു. ദ ഫൈറ്റ് കുഡ് നോട്ട് ബി ബട്ട് ബി വരികൾ ഓർക്കുന്നില്ല. എന്തായിരുന്നാലും പിന്നെ ദേ ആർ നോട്ട് എറ്റ് റോങ്. അത് ഒരു ആണിനെയും ഒരു പെണ്ണിനെയും ഒക്കെ ഒരു പെണ്ണും ആണും തമ്മിലുള്ള പ്രണയം പോലെ തന്നെ പ്രണയിക്കാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ അവരുടേതായ ഒരു സോണില്ല. അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ആണും തമ്മിലുള്ള സെക്സ്, പെണ്ണും തമ്മിലുള്ള സെക്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പിന്നെ അതിനകത്ത് നിന്ന് എന്ത് ഓർഗാസമാണ് ലഭിക്കുക, അതിൽ നിന്ന് എന്ത് ആനന്ദമാണ് ലഭിക്കുക, അതിൽ നിന്ന് എന്താ പറയുക പ്രണയത്തിന്റെ അനുഭവങ്ങളിലേക്കാണ്. കാരണം പ്രണയവും സെക്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രണയരഹിതമായ രതി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. മറ്റേ ജസ്റ്റ് ഫക്കിങ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ തമ്മിലുള്ള ബന്ധം ഇതാണ്. അത് യാതൊരു തെറ്റുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അത് രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുകയും അങ്ങനൊരു പിന്നെ ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് ഇയാളുമായിട്ട് മറ്റേ ഈ കുണ്ടൻ ബന്ധമുണ്ട് എന്നതിൻ്റെ പുറത്ത് അയാൾക്ക് സീറ്റ് വേണം, അയാളെ മറ്റേ ബൂത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പറമ്പലിന്റെ വൃത്തികേടാണ് എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയമായ അധാർമികതയാണ്. അതിനെന്തുകൊണ്ടാണ് ഇവന്മാര് ഈ കൊങ്ങികൾ ഇങ്ങനെ നിന്നു കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അത് VD ആയാലും KS ആയാലും KC ആയാലും വേണ്ട സണ്ണി ചേട്ടനാണെങ്കിലും പിന്നെ ചെന്നിത്തല ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും എന്തിനാണ് ഇതിന് നിന്നു കൊടുക്കണേ? നിങ്ങൾക്ക് ഒരാളുമായിട്ട് പിന്നെ ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഉണ്ടാവുന്നു, അതാണോ ഒരാൾക്ക് പിന്നെ ഒരു സംഘടനയ്ക്കകത്ത് കയറി വന്ന് അതിന്റെ ബൂത്തിന്റെ പ്രസിഡന്റ് ആവാനും അതിന്റെ പിന്നെ നിയമസഭാംഗമാകാനുമുള്ള യോഗ്യത എന്നത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്.
എന്ത് 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 ധാർമ്മികതയാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള? നിങ്ങൾ അത് ആലോചിക്കണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ തുടങ്ങി വെച്ച യുദ്ധത്തിന് റിസൾട്ട് ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുട്ടിയുടെ വിഷയം ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല, മറ്റേ കുട്ടീൻ്റെ വിഷയങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഐ നെവർ വെന്റ് ത്രൂ ദ ഡോക്യുമെന്റ്സ്. വി ഹാവ് ഓൾ ദ സ്റ്റാഫ്സ്, ഓൾ ദ മെറ്റീരിയൽസ്, ഓൾ ദ ഡോക്യുമെന്റ്സ്, ഓൾ ദ എവിഡൻസ് വിത്ത് അസ്. പക്ഷേ ഞാനത് കൈവച്ചിട്ടില്ല. ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഇത് ഒരു വലിയ ടീം, അവരെന്ന് വെച്ചാൽ ഇത്തരം വൃത്തികെട്ടത് ഏത് പാർട്ടിയിലാണെങ്കിലും, പിന്നെ പാർട്ടി മുന്നണിയൊന്നും നമ്മളെ കണസുകളല്ല. BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, പിന്നെ CPM ആവട്ടെ, CPI ആവട്ടെ, ആരോ ആവട്ടെ, എക്സ് ഓർ വൈ, ഇത്തരം പുഴുക്കുത്തുകൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തൂത്തെറിയണം എന്ന് ആഗ്രഹിക്കുകയും വിശുദ്ധ രാഷ്ട്രീയത്തിന്റെ വഴിയെ കേരളീയ സമൂഹത്തെ തിരിച്ചു കൊണ്ടു നടക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത അതിന്റെ പിന്നിലുണ്ട്. ഒരു വലിയ ടീം വർക്ക് ഇതിനകത്തുണ്ട്. അതിനുവേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. സാമ്പത്തികമായിട്ടും അവരുടെ എഫേർട്സും അവരുടെ സമയവും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവരെ ഐക്കോൺ ആയിട്ട് എന്നെ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു ഫേസ് ആയിട്ട് നിർത്തുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ അടുത്തുള്ള സാധനങ്ങൾ പോലും ഞാൻ നോക്കാൻ നിന്നിട്ടില്ല. അവരെന്നെ പറഞ്ഞു, നിങ്ങൾ രാജഭായി ഇത് നിങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോഴും പലരും അത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലൂസ് ടോക്കിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐ എം വെരി സെന്റിമെന്റൽ, ഹൈലി സെൻസിറ്റീവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ചില സമയത്ത് ഞാൻ വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഞാൻ അതിനെ തുറന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു പോയി എന്ന് വരും. അങ്ങനൊരു സൈക്കിക് ഡിസോർഡറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എന്റെ കുഴപ്പമാണ്, എന്റെ മാത്രം കുഴപ്പമാണ്, അല്ലാതെ വേറെ ആരെയും കുറ്റമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ അതിന്റെ എല്ലാം കണ്ടന്റ്, അതിന്റെ എല്ലാം എന്തൊക്കെ സാധനങ്ങൾ ഏകദേശം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ എനിക്കുണ്ട്. അത് ഞങ്ങളെ മീറ്റിങ്ങുകൾക്ക് കിട്ടുന്ന, ആരെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരു ദുരുദ്ദേശവും ഇല്ല. പക്ഷേ കേരള രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ട്. അത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പോലും അങ്ങനെ ചിന്തിക്കണേ. നിങ്ങൾ കോടികളുടെ ഡെപ്പോസിറ്റ് നിങ്ങളുടെ മക്കളുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ 100 കണക്കിന് പവൻ മേടിച്ചു വെച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ വരും തലമുറയ്ക്ക് ശ്വസിക്കാൻ നല്ല വായു ഇവിടെ ഇല്ലെങ്കിൽ, നല്ല വെള്ളം ഇവിടെ ഇല്ലെങ്കിൽ അവർ ചത്തുപോകും. ഈ സ്വർണ്ണ അവിടെ കിടന്നും വെറുതെ കിടക്കും, ഉപയോഗിക്കാൻ അവരുണ്ടാവില്ല, മാറാരോഗങ്ങൾ വന്നിട്ട് ചത്തുപോകും. അപ്പം പ്രകൃതി സംരക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. നമ്മളെ മലയാളിയുടെ ഒരു മാനസിക വൈകല്യം നിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു 10 സെന്റ് വീടും ഒരു വില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ വേസ്റ്റ് അപ്പുറത്തെ പറമ്പിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫായി എന്നാണ്. ഏത് 10 മീറ്റർ അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലേ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി. കാരണം നമ്മൾ ഉറപ്പില്ലല്ലോ. എവിടോ ഈ വൈറസിനും ഈ സാധനത്തിനും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്കും ഒന്നും മതിൽക്കെട്ടുകളില്ല, അതിരുകളില്ല. അതിന് ഈ സ്ഥലത്തിന്റെ സെന്റും ഏക്കറയും നടന്നിട്ടല്ല വരിക എന്നുള്ള പ്രാഥമിക ബോധം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രകൃതിയെയും രാഷ്ട്രീയത്തെയും ഒക്കെ ശുദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള വലിയൊരു ടീമിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്, മാങ്ങാണ്ടി പറമ്പിലിന്റെ സൈക്കിൾ ആയിക്കോട്ടെ, കുണ്ടനായിക്കോട്ടെ, അത് ഫാക്റ്റാണ്. അത് ഈ കൊങ്ങികൾക്ക് മുഴുവൻ അറിയാതെ. ഇപ്പോ നിലമ്പൂർ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഹണിമൂണ് പോയതാണ് കൂടി, ഏത് പറമ്പിലും മാങ്ങാണ്ടിയും കൂടി ഹണിമൂണിന് പോയതാണ്. രാത്രിയായ വേറെ ഏർപ്പാട്. എനിക്കറിയില്ല അങ്ങനെ ഒരു ലൈംഗിക വൈകൃതത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ മാങ്ങാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പെണ്ണായിട്ട് അവന്റെ വധുവായിട്ട് നിൽക്കുമ്പോഴും ഇപ്പുറത്ത് കോടിത്തരം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവരോട് പറയണം, നമുക്ക് തമ്മിൽ എൻജോയ് ചെയ്യാം, നമുക്ക് തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം, നമുക്ക് തമ്മിൽ അഫെയർ ആവാം, പക്ഷെ ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്നുള്ളത് ആദ്യം പറയണം. ഇത് കല്യാണം കഴിക്കുമെന്ന് തോന്നിപ്പിക്കുകയും പ്രണയമാണെന്ന് തോന്നിപ്പിക്കുകയും ഒരേ സമയം നാട്ടിലുള്ളവരെ മുഴുവൻ. പക്ഷെ അത് പൊളിച്ചെടുക്കാൻ പറ്റി. ഈ വിഷയങ്ങൾ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, 10-15 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ഇവൻ തനി കോഴിയാണ് എന്ന് ഞാൻ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഫ്രെയിമിന് മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞത്. അതിപ്പോ ബോധ്യമായല്ലോ. അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഇനിയിപ്പോ വേറെയുള്ളവർക്ക്, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പുള്ള നേതാക്കന്മാരോട് ചോദിച്ചു നോക്കുക, സത്യമാണോ കേട്ടത്, രാജൻ ജോസഫ് ഇങ്ങനെ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് ചോദിച്ചാൽ മതി. അവർ പറയും സത്യമാണെന്ന്. നിങ്ങളുടെ നാട്ടിലെ KPCC മെമ്പർ എടുത്ത്, അല്ലെങ്കിൽ DCC സെക്രട്ടറിയുടെ അടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ MLA MP അങ്ങനെയുള്ള നിങ്ങൾക്ക് ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് മെല്ലെ ചോദിച്ചാൽ മതി. അല്ലാതെ പഞ്ചായത്ത് മെമ്പറുടെ അടുത്തും
ബൂത്ത് പ്രസിഡന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓർക്ക് ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ധാരണയില്ല. പാവങ്ങൾ അല്ലാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ജില്ലാതലം തൊട്ടുള്ള മേലോട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ, വ്യക്തിപരമായി ചോദിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞത് അക്നോളജ് ചെയ്യും. അവര് ലാൽ ജോസ് ഈസ് അറ്റ് എന്ന് അവർ ഉറപ്പിച്ച് പറയും, കയ്യൊപ്പിട്ട് തരും. കാരണം അവർക്കെല്ലാം അറിയാം, അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായിരുന്നാലും മാങ്ങാണ്ടിയുടെ ഈ കലാപരിപാടി ഇനി കേരളത്തിൽ നടക്കില്ല. ഇനി ഒരു പെൺകുട്ടികളും ഈ ഇതിന് മുട്ടി നിൽക്കുന്ന ഏതെങ്കിലും കൊച്ചമ്മമാരോ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഒരിക്കലും നാവാം എന്നൊക്കെ കരുതിയിട്ട് അതിന് പോകുന്നവരുണ്ടെങ്കിൽ പോട്ടെ, അതൊക്കെ ലെറ്റ് ദം എൻജോയ്. സെക്സ് ഒക്കെ മനുഷ്യന്റെ എന്താ പറയാ എത്രയും അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ്, അതൊക്കെ അവരെ എൻജോയ് ചെയ്തോട്ടെ. പക്ഷെ അതല്ലാതെ പ്രണയം നടിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ഇനി ഒരു പെൺകുട്ടിയും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം 3.5 കോടി മലയാളികളുടെ ഇടയിൽ അത്യാവശ്യം തിരിച്ചറിയേണ്ടവരെല്ലാം മാങ്ങാണ്ടി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മാങ്ങാണ്ടിക്ക് ഒരു പെങ്ങളുണ്ട്, തെമ്മാടി, അത് ആലോചിക്കണം. അവന്റെ പെങ്ങളെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴേ അവന് മനസ്സിലാവുകയുള്ളൂ. കൊണ്ടുപോവുകയും വേണം, പ്രഗ്നന്റ് ആക്കുകയും വേണം, അബോർഷൻ നടത്തുകയും വേണം, അതിന് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും വേണം. അപ്പോൾ അവന് മനസ്സിലാവുകയുള്ളൂ. അവൻ അച്ഛൻ എന്തായാലും മരിച്ചു പോയതല്ലേ, അവന്റെ അമ്മയെ വയസ്സുകാലത്ത് ആരെയും കൊണ്ടുപോകണം, അപ്പോൾ അവന് മനസ്സിലാവുകയുള്ളൂ. തെമ്മാടി പറയുമ്പോൾ സങ്കടമുണ്ട്. ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അപ്പോഴേ അവന് മനസ്സിലാവുകയുള്ളൂ. അവനവന്റെ നെഞ്ചിൽ തട്ടണം, അവനവന്റെ പെമ്മക്കൾക്ക് പറ്റണം, അവനവന്റെ സഹോദരിമാർക്ക് പറ്റണം, അവനവന്റെ അമ്മയ്ക്ക് പറ്റണം. പ്രായമുള്ളവന്റെ അമ്മ വരെ വലിച്ചടക്കേണ്ടി വരുന്നതിൽ ഗതി കുറ്റബോധമുണ്ട്. പക്ഷെ എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. തെമ്മാടിത്തരം കാണിക്കുമ്പോൾ പറയും. അവന് പൊള്ളണമെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയെ പറയണം, അവന്റെ പെങ്ങളെ പറയണം. മാങ്ങാണ്ടി മറ്റവൻ എന്തായാലും ആയിക്കോട്ടെ, മറ്റവൻ എന്തായാലും ഇങ്ങനെ ലോകം ആകെ കൂടിയായിട്ട് നടക്കണമൊന്നുമില്ല പറമ്പില്. ഒറ്റ കാര്യമുള്ളൂ, അവൻ എന്താ വെച്ചാൽ അഭിനയം കൂടുതലാണ്. ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ ഇത് കൃത്രിമ. മാങ്ങാണ്ടി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ ആരെയെന്നറിയോ? പ്രതാപന്റെ മോളെയും പീഡിപ്പിച്ചു. അതിപ്പോ സെറ്റിൽമെന്റ് ആയി. KP ചിച്ചിക്ക് പരാതി കൊടുത്തു. ചണ്ണി ജോസഫിനും KS നും ചെന്നിക്കലയ്ക്കും ബീഡിക്കും എല്ലാം, ബീഡിക്കും സിഗരറ്റിനും എല്ലാത്തിനും അറിയാതെ ഇപ്പൊ സംഭവം സെറ്റിലായി. പ്രതാപന്റെ മോളെ ഇവൻ പീഡിപ്പിച്ചു. അവസാനം പ്രതാപന്റെ മോളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവന്റെ കുടുംബത്തില്. കാരണം വെച്ചാൽ ഇവരെന്തോ ഉന്നത കുല ജാതിയിലൊക്കെ വ്യത്യാസമാണല്ലോ. പ്രതാപൻ പട്ടികജാതി വിവാദപ്പെട്ടാണല്ലോ. അതുകൊണ്ട് ഇനി പ്രതാപൻ കേസ് കൊടുത്താലും ഈ പറയുന്ന മാങ്ങാണ്ടി കേസ് കൊടുത്താലും ഒക്കെ അപ്പൊ ഞാൻ വിശദീകരിച്ചോളാം കാര്യങ്ങൾ. സമൂഹത്തിന്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലൊക്കെ വിശദീകരിച്ചോളാം. കളിക്കാൻ വരരുത്. പിന്നെ ഞാൻ പോക കണ്ടിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. മറ്റേ കുട്ടിയെ ഞാൻ വെറുതെ വിടണം. കാരണം അതിനെ തൽക്കാലം ഇതിലേക്കൊന്നും മത്സരിക്കേണ്ടതെന്ന് എഴുതണം. അതിന് അതിന്റെ പേര് പോലും പറയാത്തതുകൊണ്ടാണ്. ഒരു പാവം കൊച്ച്, നല്ല കൊച്ച്, മിടുക്കി കൊച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊച്ചിനെ. അടുത്തുണ്ടായിരുന്നു ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു സ്നേഹം എനിക്ക് തോന്നി സംസാരിച്ചപ്പോൾ.